ഓം ശാന്തി. പാലക്കാട് ബ്രഹ്മകുമാരീസിൻ്റെ ഈശ്വരീയ സേവനങ്ങളുടെ സുവർണ ജൂബിലി ആഘോഷമാണ്. 2026 ജനുവരി 26 ഈ ആഘോഷം ഒരു ഉത്സവമാക്കി മാറ്റാൻ ബ്രഹ്മകുമാരീസിൻ്റെ സഹമുഖ്യ പ്രശാസിക രാജയോഗിനി ജയന്തി ദീദി പാലക്കാട് എത്തുന്നു. ജയന്തി ദീദി ആരാണെന്നറിയണ്ടേ? 70 വർഷത്തെ സേവനത്തിൻ്റെ, വിശ്വസേവനത്തിൻ്റെ മഹാപുണ്യവും കൊണ്ട് നമ്മുടെ നാട്ടിലെത്തുന്ന മഹാതപസ്വിനിയാണ് ജയന്തി ദീദി. 70 വർഷത്തെ പവിത്ര ജീവിതത്തിൻ്റെ ശക്തിയുമായി നമ്മുടെ അരികിലെത്തുകയാണ്. നീണ്ട 70 വർഷത്തെ തപോബലവുമായി നമ്മുടെ അരികിലെത്താണ്. ഒരിക്കലും ജയന്തി ദീദി പറയുകയായിരുന്നു, ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ടത് എൻ്റെ മുത്തശ്ശിയുടെ സേവന മനോഭാവമാണ്. എൻ്റെ മുത്തശ്ശിക്ക് വളരെ നല്ല ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. ഭഗവത് സേവ മാത്രമല്ല, വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ടി വളരെയധികം സഹായ സഹകരണങ്ങൾ, ആർക്കെന്തു വേണോ ആ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യുന്ന ഒരു മുത്തശ്ശിയെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിനുള്ളിൽ ഒരു സേവന മനോഭാവത്തിൻ്റെ വിത്ത് വളർന്ന് പതുക്കെ പതുക്കെ അതൊരു വൃക്ഷമായി മാറുകയായിരുന്നു. ഒരിക്കൽ ദീദി പറയാണ്, കാരണം ദീദി ജനിച്ചത് ഭാരതത്തിലാണെങ്കിലും വളർന്നത് ലണ്ടനിലാണ്. കാരണം അവർ ലണ്ടനിൽ സെറ്റിൽഡ് ഫാമിലി ആയിരുന്നു. അപ്പോൾ ദീദി പറയണം, ഒരിക്കൽ ലണ്ടനിൽ നിന്ന് ഭാരതത്തിലേക്ക് വരുമ്പോൾ, ഭാരതത്തിൽ വന്നിറങ്ങുന്ന സമയത്ത് ഇവിടെ ഭയങ്കരമായ മഴയായിരുന്നു ബോംബെയിൽ. അപ്പോൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങുമ്പോൾ നാനാഭാഗത്തും കണ്ടത് മുഴുവൻ പ്രളയജലത്തിൽ എല്ലാവരുടെയും വീടുകൾ, ബോംബെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ചേരി പ്രദേശങ്ങളിലെല്ലാം എല്ലാ കുടിലുകൾ പോലെ കെട്ടിവെച്ചിരുന്ന വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായി. ആ മഴവെള്ളത്തിൽ നിന്ന് തങ്ങളുടെ കുടിലുകളെ രക്ഷിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കഷ്ടമാണ്. അപ്പം ദീദി പറയാണ്, ആ സമയത്ത് കലാലയ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ടൈമാണ്. ആ ദൃശ്യം കണ്ടതും എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഡിസിഷൻ ഞാൻ ഉറപ്പിച്ചു. ഞാൻ ജീവിക്കുന്നത് കേവലം എനിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. തീർച്ചയായും ഈ മുഴുവൻ വിശ്വത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി, ലോകത്തിനു വേണ്ടി എനിക്ക് സേവനം ചെയ്യണം. ആ ഒരു തീരുമാനം അപ്പോഴെടുക്കുകയും അത് ജീവിതത്തിൽ ഉറച്ച തീരുമാനമായി മാറുകയും ജീവിതത്തിലുടനീളം സമൂഹത്തിൻ്റെ സേവനം എന്ന ലക്ഷ്യത്തോടു കൂടി ആധ്യാത്മികമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ വിശ്വസേവികയായി മാറിയ ജയന്തി ദീദിയാണ് നമ്മുടെ അരികിലെത്തുന്നത്. ഓം ശാന്തി.